ലാസ്റ്റ് മന്ത് ഞങ്ങൾ ഒരു സൂപ്പർ ട്രിപ്പ് പോയിരുന്നു. തൃശ്ശൂരിൽ നിന്ന് നെല്ലിയാമ്പതിയിലേക്ക്. നല്ല മഴയുള്ള ദിവസമായിരുന്നു. സീനറീസ് അടിപൊളി. ഏർലി മോർണിംഗിൽ തന്നെ ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നും പുറപ്പെട്ടു. ഇത്ര മഴ പെയ്യുമെന്ന് കരുതിയില്ല. പക്ഷേ ഈ മഴയിൽ തൃശ്ശൂർ പാലക്കാട് NH നല്ല ഭംഗിയായിരുന്നു. വഴിയിൽ ചായ കുടിക്കാൻ കാർ നിർത്തി. ഇതുവഴി പോകുമ്പോൾ ചൂട് ചിപ്സും ചായയും ഞങ്ങളുടെ ഫേവറേറ്റ് കോംബോ ആണ്. ഇന്ന് രാവിലെ ആയതിനാൽ ചൂട് ചിപ്സ് കിട്ടിയില്ല. ഈവനിങ്ങിലാണ് ലൈവായിട്ട് ചിപ്സ് ഉണ്ടാക്കുന്നത്. പിന്നെ 2 സ്ട്രോങ് ചായ കുടിച്ച് ഓണം ബമ്പർ ടിക്കറ്റും വാങ്ങി യാത്ര തുടർന്നു. എവിടെ ചെന്നാലും ഞാൻ ചായ ഉണ്ടാക്കുന്നത് ഷൂട്ട് ചെയ്യാറുണ്ട്. നല്ലപോലെ അടിച്ച നല്ല സ്ട്രോങ് ചായ. കേരളത്തിലെ ചായയുടെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ. അങ്ങനെ കുതിരാൻ കയറിയിറങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. കുറച്ചുകൂടി മുന്നേ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. പാലക്കാടൻ ഗ്രാമങ്ങളുടെ വ്യൂസ് കണ്ടു തുടങ്ങി. എവിടെ നോക്കിയാലും ഗ്രീനറി, നെൽപ്പാടങ്ങൾ. പല പ്രാവശ്യം പാലക്കാട് വന്നു പോയിട്ടുണ്ടെങ്കിലും ഈ ടൈമാണ് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് മനസ്സിലായി. അത്രയ്ക്ക് ഭംഗിയായിരുന്നു പാലക്കാടിന്. പോകുന്ന വഴിക്ക് ഓഗസ്റ്റ് 15-ന്റെ ആഘോഷങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. കുട്ടികൾ ഡാൻസ് ചെയ്യുന്നു, പല പല പ്രോഗ്രാമുകൾ. പോകുന്ന വഴിക്കാണ് പോത്തുണ്ടി ഡാം. അതിനോട് ചേർന്ന് തന്നെ ഒരു പാർക്കുമുണ്ട്. പാർക്കിൽ ഞങ്ങൾ പോയില്ല. ഡാം വ്യൂ കിട്ടുന്ന ഒരിടത്തിറങ്ങി കുറച്ച് ഫോട്ടോസ് എടുത്തു, അത്രമാത്രം. കേരളത്തിലെ പ്രൈവറ്റ് ബസ്സുകൾ എല്ലായിടത്തും ഒരുപോലെ തന്നെ. ഹോൺ അടിച്ച് ഓവർടേക്ക് ചെയ്ത് മുന്നിൽ പോയി അടുത്ത ബസ് സ്റ്റോപ്പിൽ നിർത്തി നമ്മളെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു ഹോബിയാണ്. നെല്ലിയാമ്പതി ചെക്ക് പോസ്റ്റ് എത്തിയിരിക്കുന്നു. രാവിലെ 6 മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് എൻട്രി സമയം. ഫ്രീ എൻട്രിയാണ് അവിടെയുള്ളത്. ഞങ്ങൾ മല കയറി തുടങ്ങി. ചെറിയ ചാറ്റൽ മഴയുണ്ടായിരുന്നു. വെള്ളച്ചാട്ടങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. വഴിയിൽ മരം വീണ് കിടക്കുന്നതും കാണാമായിരുന്നു. ഓരോ വളവുകൾ തിരിയുമ്പോഴും വെള്ളച്ചാട്ടങ്ങൾ, അരുവികൾ, മലകൾ. വാവ് പറഞ്ഞ് ഞാൻ മടുത്തിരിക്കുന്നു. ഒരു ഫെയറി ടെയിൽ റെയിൻ ഫോറസ്റ്റിൽ കൂടി കടന്നു പോകുന്ന ഫീൽ. എന്തൊരു രസമാണ്. അവിടുത്തെ കാറ്റിന്റെ റിയൽ ഫീൽ അറിയാൻ ഞാൻ അൺമ്യൂട്ട് ചെയ്തതാണ്. മുന്നിൽ കാറുകൾ സ്ലോ ചെയ്തു പോകുന്നു. നോക്കിയപ്പോൾ ഒരു കുരങ്ങൻ. വെസ്റ്റേൺ ഘാട്സിൽ മാത്രം കണ്ടുവരുന്ന സിംഹവാലൻ കുരങ്ങുകളാണിത്. എല്ലാവർക്കും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സമയം 2 മണിയോട് അടുക്കുന്നു. രാവിലെ മുതൽ ചായയും ചിപ്സും അല്ലാതെ മറ്റൊന്നും കഴിച്ചിട്ടില്ല. ആദ്യം കണ്ട റെസ്റ്റോറന്റിൽ കയറി. ITL ഹോളിഡേയ്സ് എന്നാണ് പേര്. നല്ല വിശപ്പുണ്ടായിരുന്നതിനാൽ പല പല വെറൈറ്റി ഐറ്റംസ് ഓർഡർ ചെയ്തു. നല്ല നാടൻ ടേസ്റ്റി ഫുഡായിരുന്നു അവിടെ. ചൂട് രസവും പായസവും നല്ല മഴയും. ഫുഡ് കഴിഞ്ഞിറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു. വണ്ടികളെല്ലാം ബ്ലോക്ക് ചെയ്ത് പാർക്ക് ചെയ്തിരിക്കുന്നു. അവിടെ നിന്നിറങ്ങി സീതാർകുണ്ട്, കേശവപാറ എന്നീ വ്യൂ പോയിന്റുകൾ കാണാനാണ് ഞങ്ങൾ ഇരിക്കുന്നത്. കാണുന്ന എല്ലാ സ്ഥലങ്ങളും ഒന്നിലൊന്നിൽ മെച്ചം. പ്രകൃതിയും മഴയും സ്നേഹിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ഇതൊരു സ്വർഗം തന്നെയാണ്. സീതാർകുണ്ടിലേക്കുള്ള ടേൺ ഞങ്ങൾ മിസ് ചെയ്തെന്ന് തോന്നുന്നു. ഏതോ പ്രൈവറ്റ് പ്രോപ്പർട്ടി എസ്റ്റേറ്റ് പോലെ ഉണ്ടായിരുന്നു. മുന്നോട്ട് പോകുന്തോറും വെള്ളച്ചാട്ടങ്ങളുടെ കളർ മാറി വരുന്നു. മുന്നേ പോയ വണ്ടികളും തിരിച്ചു വരുന്നു. ഞങ്ങളും തിരിച്ചു പോകാമെന്ന് വിചാരിക്കുന്നു. നല്ല മഴയും കോടമഞ്ഞും. പിന്നെ കുറച്ച് പേടിയുമുണ്ട്. വല്ല ഉരുൾപൊട്ടിയാലോ. തിരിച്ചു പോകുമ്പോൾ റോഡുകളിലെല്ലാം വെള്ളം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉദ്ദേശിച്ച സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലും ഇത്ര ഫീൽ തരുന്ന ഒരു ട്രിപ്പ് ആദ്യമായിട്ടാണ്. ഞങ്ങൾ മലയിറങ്ങി താഴെ എത്തി. 7 മണി 7:30 തൃശ്ശൂരും. ഹൈവേയിലുള്ള ആലിബാബ ആൻഡ് 41 ഡിഷസിൽ നിന്ന് ഡിന്നറും കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. അങ്ങനെ യാത്രകൾ തുടരുകയാണ്. വീണ്ടും കാണാം മറ്റൊരു ഡെസ്റ്റിനേഷനിൽ.